5 മിനിറ്റ് ലേറ്റ് ആയ അങ്ങ് ബഹളമല്ലയോ? സ്റ്റാഫ് റൂം വരെ കേൾക്കാൻ നിങ്ങളുടെ ഒച്ച. ലീഡർ എന്തി? ആ, ലീഡറും ഉണ്ടോ സംസാരിക്കാൻ? അതെന്തായാലും നന്നായി. നിങ്ങളിപ്പോ പഴയ പോലെ LP പോലെ കൊച്ചു പിള്ളേരൊന്നും അല്ല, 5ാം ക്ലാസ്സിലായി. നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കുക, മര്യാദയ്ക്ക് ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുക. ആദ്യ, അനാമിക, അഞ്ജന. ഇവിടെ അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് അടുത്തവളുടെ മുടിയുടെ ചന്തവും നോക്കിയിരുന്ന ആബ്സെന്റ് മാർക്ക് ചെയ്ത് വിടുന്ന ഭരത്തെ. ഫസ്റ്റ് പീരീഡ് ആയിട്ടുള്ള ഇപ്പോഴങ്ങ് ഉറങ്ങണല്ലേ? വീട്ടിലെന്തായിരുന്നു പരിപാടി? ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. പറഞ്ഞു സർ. പിള്ളേരെ, നമ്മുടെ സ്പോർട്സ് ഡേ അല്ലേ മറ്റന്നാൾ നടക്കായിരുന്നു, അത് നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഒക്കെ മഴ കാരണം നനഞ്ഞെടുക്കില്ലേ, സോ നമുക്കിപ്പോ നടത്താൻ പറ്റില്ല. സോ കറക്റ്റ് ഡേറ്റ് നമ്മൾ പിന്നീട് അറിയിക്കും. ഓക്കെ മിസ്? പിന്നെ മറ്റേ സ്കൂൾ ട്രിപ്പിന് ബസ് ഉണ്ടാവോ? ആ, സ്കൂൾ ട്രിപ്പിനുണ്ടാവും. പക്ഷെ എനിക്കൊന്നും നമ്മൾ വേറെ വേറെ ബ്ലോക്ക് ആയതുകൊണ്ട് 2 ബസ്സിലായിരിക്കും. ഓക്കെ. എടാ, 2 ടീച്ചേഴ്സ് ഇവിടെ നിൽക്കുമ്പോ തന്നെ സംസാരിക്കണോ നിനക്ക്? എനിക്ക് തോന്നുന്നു സ്മിത ടീച്ചർ ഉണ്ടല്ലോ നിങ്ങളുടെ ബ്ലോക്കിൽ. അത് കണക്കാ മിസ്, ഇവിടുന്ന് അവിടം വരെ അലച്ചോണ്ടിരിക്കും. ആ, ഇവിടുത്തെ സുരേഷ് സാറിന്റെ കാര്യം രണ്ടിനെയും കൂടെ ഒന്നിച്ച്. നിനക്കൊക്കെ എറിഞ്ഞു കളിക്കാനാണ് ക്ലാസ്സിൽ ടെസ്റ്റ് വാങ്ങിച്ചു വെച്ചേക്കുന്നത്. എനിക്ക് വയ്യ ഇവരുടെ പരാതി കേട്ടിട്ട്. സ്റ്റാഫ് റൂമിൽ പോയി കഴിഞ്ഞാൽ ഇവരെ പറ്റി രാവിലെ തുടങ്ങുന്ന പരാതിയാ. ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് എന്റെ എൻറ്റയർ ടീച്ചിങ് കരിയറിൽ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. എല്ലാം കണക്കാ മിസ്സേ. അപ്പത്തെ 5th B എന്തോ അടക്കമുള്ള പിള്ളേരാ അത്. അവിടെ